അടുത്ത നമ്മൾ നോക്കുന്നത് 11ാമത്തെ ചോദ്യമാണ്. അപ്പോൾ 11ാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്. നോക്കിയേ, ആൽഫയുടെ വാല്യൂ -π/2നും π/2നും ബിറ്റ്വീൻ ആണെന്ന് പറയുന്നുണ്ട്. ഈസ് ദ സൊല്യൂഷൻ ഓഫ് 4 cos θ + 5 sin θ = 1. ദെൻ ദ വാല്യൂ ഓഫ് ടാൻ ആൽഫ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ട്രിഗ്നോമെട്രിയിലെ ഒരു ചോദ്യമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചോദ്യം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഞാനത് അതുപോലെ എഴുതുന്നു. 4 cos θ + 5 sin θ = 1 എന്നാണ് അല്ലേ. ഞാൻ ഈ ഇക്വേഷന് ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ത്രൂ ഔട്ട് ഞാൻ cos θ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടാൻ ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ബൈ cos θ വെച്ച് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വരും? 4 + 5 sin θ / cos θ എന്തായി? tan θ ആയി. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് tan θ ഫോമിൽ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ദെൻ എന്താണ്? 1/cos θ. 1/cos θ എന്ന് പറഞ്ഞാൽ sec θ ആണ്. ഓക്കെ, ക്ലിയർ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്വയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? 16 + 40 tan θ + 25 tan square θ ഈക്വൽ ടു sec square θ എന്ന് വരും അപ്പുറത്ത്. sec square θ നമുക്ക് ടാൻ്റെ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും? 1 + tan square θ എന്ന് എഴുതത്തില്ലേ? അപ്പോൾ എന്ത് വരും? 1 + tan square θ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ടാൻ്റെ ഫോമാറ്റിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവനെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറ്റണം. അപ്പോൾ ഇവിടെ 25 tan square θ ഉണ്ട്. ഈ tan square θ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കിന് നമുക്ക് എന്ത് വരും? 24 tan square θ, then 40 tan θ, then 16, ഈ -1 ഇങ്ങോട്ട് കൊണ്ടുപോയി -1 15 ആവും അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇതാ നോക്കിക്കേ, 24 tan square θ പ്ലസ് പിന്നെന്താണ് 40 tan θ, 40 tan θ പ്ലസ് 15 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് കിട്ടി. ഇനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് റൂട്ട്സ് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണോ മക്കളെ? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഇതിൻ്റെ റൂട്ട്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ tan θ, ഓക്കെ, tan θ ഈക്വൽ ടു എന്താ വരുന്നത്? -40 ± √b². b² എന്ന് പറയുന്നത് 40² ആണ്. അപ്പം 1600 - 4 × 24 × 50. 4 × 24 × 50 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? 1440 എനിക്ക് നമുക്ക് കിട്ടുന്നത്. 1440 ആണ് നമുക്ക് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ 2 × 24 വരുമ്പോഴത്തേക്ക് എത്ര വരും? 48 വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എത്ര വരും? -40 ± എത്ര വരും? 160 വരും. √160 ഡിവൈഡഡ് ബൈ 48 വരും. ക്ലിയർ ആണല്ലോ. അപ്പോൾ √160 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. √160 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -40 ± 4 √10 എന്ന് വരും. ഡിവൈഡഡ് ബൈ 48 എന്ന് വരും. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ 4നെ പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുക? ഇവിടെ നിന്ന് 4 പോയി കഴിഞ്ഞാൽ -10 ± √10 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നോക്കിക്കേ, ആൻസർ നോക്ക്. നമ്മുടെ ഓപ്ഷനകത്ത് ഈ വാല്യൂസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. നമുക്ക് ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ നമ്പർ 3 നോക്കിക്കേ, √10 - 10 ഡിവൈഡഡ് ബൈ 12. നോക്കിക്കേ, √10 - 10 ഡിവൈഡഡ് ബൈ 12 എന്നുള്ള വാല്യൂ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണോ?